ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അവിയലിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ അവിയലിന് ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കാം. ഈ ഒരു കടായിൽ തന്നെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുമ്പളങ്ങ, 1 കപ്പ് കുമ്പളങ്ങ നീളത്തിൽ അരിഞ്ഞതാണ്. അവിയലിന് കഷ്ണങ്ങൾ അരിയുമ്പോൾ നീളത്തിൽ കനം കുറച്ച് അരിയണം. അടുത്തതായി എടുക്കുന്നത് ചേനയാണ്. ചേനയും കുമ്പളങ്ങ എടുത്ത് അതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്, ചെറിയൊരു കപ്പിന്. അടുത്തതായി എടുക്കുന്നത് വാഴയ്ക്കയാണ്. ചെറിയൊരു വാഴയ്ക്ക, അത് മുഴുവനായി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഒരു 10 പീസേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ എടുത്തിട്ടുള്ളത് ബീൻസാണ്. ബീൻസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 10 കഷ്ണം മത്തനും. ഇനി എടുക്കുന്നത് മുരിങ്ങക്കായാണ്. 2 മുരിങ്ങക്കായ് മുഴുവനായി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഇടുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടിയുപ്പ് കൂടി ഇട്ടിട്ട് 1 സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ ചേർത്ത ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി എല്ലാ പച്ചക്കറികളിലും ആകണത് പോലെ സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ പച്ചക്കറി വേകാൻ ആവശ്യത്തിനുള്ളത്. ഇനി മൂടി വെച്ച് സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. ഇത് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് കണ്ട നല്ലതുപോലെ തിളക്കുന്നുണ്ട്. സ്പൂണ് വെച്ച് നല്ലതുപോലെ ഇളക്കണം. ഉപ്പ് എല്ലാ പച്ചക്കറികളിലും പിടിക്കാനായിട്ടാണ്. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. പച്ചക്കറി വേകുമ്പോഴേക്കും അതിനുള്ള അരപ്പ് റെഡിയാക്കാം. ആദ്യം എടുക്കുന്നത് തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇടുന്നത് കുഞ്ഞുള്ളിയാണ്. ഒരു 7 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇടുന്നത് കുറച്ച് കറിവേപ്പില, 1/2 സ്പൂണോളം ചെറിയ ജീരകം, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അവിയലിന് അരയ്ക്കുന്നത് ഫൈനായിട്ട് അരയ്ക്കേണ്ട, ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ. പച്ചക്കറിയൊക്കെ വെന്ത് വന്നു. അടിയിൽ കുറച്ച് വെള്ളമുണ്ട്, അതങ്ങനെ ഇരുന്നോട്ടെ. ഇനി അരപ്പൊക്കെ അതിലേക്ക് ഇടുന്ന സമയത്ത് അതൊക്കെ സെറ്റായിക്കോളും. അരപ്പ് ഇതിലേക്ക് ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കണം. പച്ചക്കറി അങ്ങനെ ഒരുപാട് വേവിക്കരുത്. വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ അരപ്പൊക്കെ ഇട്ട് ഇളക്കുന്ന സമയത്ത് അങ്ങോട്ട് ഉടഞ്ഞു പോകും. പച്ചക്കറി ഒരു 3/4 വേവാകുന്ന സമയത്ത് നമുക്ക് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്തൊക്കെ വരുമ്പോൾ കറി സെറ്റാവും. 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടാണ്. 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. കറിയൊക്കെ ഡ്രൈ ആയി, അതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ടായി വറ്റി. ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ തേങ്ങയാണെങ്കിൽ ഉപ്പും മുളകും പച്ചക്കറിയിൽ എല്ലാം ഒരുപോലെ പിടിക്കാനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തന്നെ വേണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. 1/2 ഗ്ലാസ് തൈരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അത്യാവശ്യം കുറച്ച് പുളിയുള്ള തൈര് തന്നെയാണ്. അവിയലിൻ്റെ മെയിൻ ടേസ്റ്റ് പറയുന്നത് ഈ തൈരിൻ്റെ പുളി തന്നെയാണ്. അപ്പോൾ കുറച്ച് പുളിയുള്ള തൈര് തന്നെ ചേർക്കണം, എന്നാലാണ് അവിയലിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അവിയലിന് തൈര് ചേർക്കുന്ന സമയത്ത് കുറച്ച് കട്ട തൈര് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ കറി ലൂസായി പോകും. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തീയിലാണ്ട് വെക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കി എടുക്കാനേ പറ്റുള്ളൂ. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറച്ച് പൊടിയപ്പൊടി ചേർക്കുന്നുണ്ട്. അവിയൽ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്.
വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കറി നല്ലതുപോലെ ഇളക്കിയിട്ടാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.